നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ശക്തന്റെ തട്ടകത്തിൽ ഇനി പൂരാവേശം. തൃശൂർ പൂരത്തിന് കൊടിയേറി. പ്രധാന സാരഥികളായ തിരുവമ്പാടി, പാറമേക്കാവ് ക്ഷേത്രങ്ങളിലും 8 ഘടക ക്ഷേത്രങ്ങളിലും കൊടിയേറ്റം നടന്നു. പൂരങ്ങളുടെ പൂരം മെയ് 6 ചൊവ്വാഴ്ച. പ്രമുഖ ക്രിമിനൽ അഭിഭാഷകൻ അഡ്വക്കേറ്റ് BA ആളൂർ അന്തരിച്ചു. 54 വയസ്സായിരുന്നു. വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് മരണം. കോളിളക്കം സൃഷ്ടിച്ച നിരവധി കേസുകളിൽ പ്രതിഭാഗം വക്കീലായിരുന്നു BA ആളൂർ. AL ശ്രീ കാർത്തികേനി ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ കാർത്തിക ആറാട്ട് മഹോത്സവത്തിനിടെ സംഘർഷം. പോലീസ് ലാത്തിവീശി. പൂരം ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിലെ സമയത്തെ ചൊല്ലിയാണ് തർക്കം. ജോലിക്കിടെ തൊഴിലുറപ്പ് തൊഴിലാളി കുഴഞ്ഞു വീണു മരിച്ചു. മറ്റം ആളൂർ വട്ടംപറമ്പിൽ 57 വയസ്സുള്ള ഗീതയാണ് മരിച്ചത്. കുന്നംകുളത്ത് നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് മറിഞ്ഞു. 10-ലധികം പേർക്ക് പരിക്കേറ്റു. ബുധനാഴ്ച വൈകിട്ട് 5ഓടെ പട്ടാമ്പി റോഡിൽ നിന്നും പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുന്ന വൺവേ റോഡിൽ തുറക്കുളം മാർക്കറ്റിന് സമീപമാണ് അപകടം. പാലക്കാട് നിന്നും ഗുരുവായൂരിലേക്ക് വരികയായിരുന്ന മയിൽ വാഹനം എന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സാണ് മറിഞ്ഞത്. നിയന്ത്രണം വിട്ട ബസ് വലതുഭാഗത്തെ തോട്ടിലേക്ക് മറിയുകയായിരുന്നു. ബസിന്റെ വലതുഭാഗത്ത് ഇരുന്നവർക്കാണ് തോട്ടിലേക്ക് വീണും മറ്റും പരിക്കേറ്റിട്ടുള്ളത്. ആരുടെയും പരിക്ക് സാരമുള്ളതല്ല. പരിക്കേറ്റവരെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലും സ്വകാര്യ ആശുപത്രികളിലേക്കും മാറ്റി. കുന്നംകുളം പോലീസും അഗ്നിശമന സേന അംഗങ്ങളും നാട്ടുകാരും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. തൃശൂർ പൂരത്തിന് കൊടിയേറി. പ്രധാന സാരഥികളായ തിരുവമ്പാടി, പാറമേക്കാവ് ക്ഷേത്രങ്ങളിലും 8 ഘടക ക്ഷേത്രങ്ങളിലുമാണ് കൊടിയേറ്റം നടന്നത്. മെയ് 6-നാണ് തൃശൂർ പൂരം. സാമ്പിൾ വെടിക്കെട്ടും ചമയ പ്രദർശനവും മെയ് 4-ന് നടക്കും. പൂരവിളംബരമായി 5-ന് രാവിലെ 9-ന് കൊമ്പൻ എറണാകുളം ശിവകുമാർ തെക്കേ ഗോപുരനട തുറക്കും. 6-നാണ് പൂരങ്ങളുടെ പൂരം. 7-ന് ഉപചാരം ചൊല്ലിപ്പിരിയും. തിരുവമ്പാടി ക്ഷേത്രത്തിൽ രാവിലെ 11-നും 11:30-നും ഇടയ്ക്ക് കൊടിയേറ്റി. പാറമേക്കാവിൽ 12:30-നാണ് കൊടിയേറ്റം നടന്നത്. തിരുവമ്പാടി ക്ഷേത്രത്തിൽ പൂജകൾക്ക് തന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികനായി. പാരമ്പര്യ അവകാശികളായ താഴ്ത്തുപുരയ്ക്കൽ സുന്ദരനും സുഷിത്തും കൊടിമരം ഒരുക്കി. 3 മണിക്ക് ക്ഷേത്രത്തിൽ നിന്നുള്ള പൂരപ്പുറപ്പാടിന് തിരുവമ്പാടി ചന്ദ്രശേഖരൻ തിടമ്പേറ്റി. 3:30-ന് നായ്ക്കനാലിലും നടുവിലാലും പൂരപതാകകൾ ഉയർന്നു. പാറമേക്കാവിൽ വലിയ പാണിക്ക് ശേഷം പുറത്തേക്ക് എഴുന്നള്ളിപ്പ് നടന്നു. തുടർന്ന് ദേശക്കാർ കൊടിയുയർത്തി. പരമ്പരാഗത അവകാശി ചെമ്പിൽ കുട്ടനാശാരിയാണ് കൊടിമരമൊരുക്കുക. ക്ഷേത്ര സമുച്ചയത്തിലെ പാലമരത്തിലും മണികണ്ഠനാലിലും പൂരക്കൊടി ഉയർത്തി. 5 ആനകളും മേളവുമായി പുറത്തേക്ക് എഴുന്നള്ളിപ്പിന് പാറമേക്കാവ് കാശിനാഥൻ തിടമ്പേറ്റി. കിഴക്കൂട്ട് അനിയന്മാരാർ പ്രമാണികനായുള്ള മേളം അകമ്പടിയായി. കണിമംഗലം, പനമുക്കുംപള്ളി, ചെമ്പൂക്കാവ്, കാരമുക്ക്, ലാലൂർ, ചൂരക്കോട്ടുകാവ്, അയ്യന്തോൾ, നെയ്തലക്കാവ് എന്നീ ഘടകക്ഷേത്രങ്ങളിലും ബുധനാഴ്ച കൊടിയേറ്റം നടന്നു. അഡ്വക്കേറ്റ് BA ആളൂർ അന്തരിച്ചു. 54 വയസ്സായിരുന്നു. എറണാകുളം ലിസി ആശുപത്രിയിലായിരുന്നു അന്ത്യം. എരുമപ്പെട്ടി പതിയാരം ആളൂർ പരേതരായ ആന്റണിയുടെയും റോസിയുടെയും മകനാണ്. വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. പ്രമാദമായ നിരവധി കേസുകളിലും പ്രതിഭാഗം അഭിഭാഷകനായിരുന്നു. സൗമ്യ വധക്കേസിൽ ഗോവിന്ദച്ചാമിക്ക് വേണ്ടി വാദിച്ചാണ് ശ്രദ്ധേയനായത്. തുടർന്ന് പല വിവാദ കേസുകളും ഏറ്റെടുക്കുകയായിരുന്നു. പതിയാരം പള്ളി പെരുന്നാളിനോടനുബന്ധിച്ച് സ്വദേശത്ത് ഇന്നലെ എത്തിയിരുന്നു. പെരുന്നാളിന്റെ മുഖ്യ പ്രസിദ്ധേന്തിയായിരുന്നു. പെരുന്നാൾ ചടങ്ങുകളിൽ പങ്കെടുത്തിരുന്നു. ഇന്നലെ രാത്രി ശ്വാസതടസ്സം നേരിട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ചികിത്സയിലിരിക്കെ ഉച്ചയോടെ മരണം സംഭവിച്ചു. വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് ആഴ്ചയിൽ 3 തവണ ഡയാലിസിസ് നടത്തിയിരുന്നു. AL ശ്രീ കാർത്തികേനി ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ കാർത്തിക ആറാട്ട് മഹോത്സവം സമാപിച്ചു. ചൊവ്വാഴ്ച കുളക്കടവിൽ വലിയ ആറാട്ട്, പൂജ, പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ ആനപ്പുറത്ത് എഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. വൈകിട്ട് 5:30 മുതൽ പ്രാദേശിക കമ്മിറ്റികളുടെ പൂരാഘോഷങ്ങൾ, ഗജവീരന്മാരോടും വാദ്യാഘോഷങ്ങളോടും കൂടി ക്ഷേത്ര പ്രദക്ഷിണം നടത്തി. തുടർന്ന് നടന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ കേരളത്തിലെ പേരുകേട്ട 24 ഗജവീരന്മാർ അണിനിരന്നു. വെള്ളിത്തിരുത്തി ഉണ്ണിനായരുടെ നേതൃത്വത്തിലുള്ള പാണ്ടിമേളം കൂട്ടിയെഴുന്നള്ളിപ്പിന് അകമ്പടിയായി. രാത്രി പൂരാവർത്തനവും ബുധനാഴ്ച രാവിലെ 8:30 മുതൽ വടക്കേ നടക്കൽ മധുവേല, 18-ാം കർമ്മം, ദണ്ടുപറിക്കൽ, വടക്കേ നടക്കൽ പറവെപ്പ് എന്നിവയോടെയാണ് ഈ വർഷത്തെ കാർത്തിക ആറാട്ട് ചടങ്ങുകൾക്ക് സമാപനമായത്. ആഘോഷങ്ങൾക്ക് ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് AV ബാലൻ, സെക്രട്ടറി TR രബീഷ്, ട്രഷറർ K ദിലീപ് എന്നിവരടങ്ങിയ ഭരണസമിതി നേതൃത്വം നൽകി. CCTV പ്രാദേശിക ചാനലിൽ പൂരാഘോഷം തത്സമയം സംപ്രേഷണം ചെയ്തിരുന്നു.
എയ്യാൽ പൂരത്തിനിടെ വാക്കുതർക്കം, പോലീസ് ലാത്തിവീശി. പൂരം ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിലെ സമയത്തെ ചൊല്ലിയുള്ള തർക്കമാണ് രണ്ട് കമ്മിറ്റികൾ തമ്മിൽ വാക്കേറ്റത്തിനിടയാക്കിയത്. സംഘർഷാവസ്ഥ ഒഴിവാക്കാനായി എരുമപ്പെട്ടി പോലീസ് ലാത്തിവീശി. പോലീസ് ഇടപെട്ടതിനാൽ കൂടുതൽ സംഘർഷമുണ്ടായില്ല. ജോലിക്കിടെ തൊഴിലുറപ്പ് തൊഴിലാളി കുഴഞ്ഞു വീണു മരിച്ചു. കണ്ടാണശ്ശേരി മറ്റം ആളൂർ വട്ടംപറമ്പിൽ 57 വയസ്സുള്ള ഗീതയാണ് മരിച്ചത്. രാവിലെ 10:30-ഓടെ 9-ാം വാർഡ് തിരുവത്രയിലെ പൊതുതോട് വൃത്തിയാക്കുന്നതിനിടെയാണ് കുഴഞ്ഞു വീണത്. ഉടൻ തന്നെ കണ്ടാണശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചു. തുടർന്ന് ചൂണ്ടൽ സെന്റ് ജോസഫ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് മരണം സംഭവിച്ചത്. സംസ്കാരം വൈകിട്ട് 5-ന് വീട്ടുവളപ്പിൽ നടക്കും. ശ്രുതി, രാഹുൽ എന്നിവർ മക്കളാണ്. മറ്റം സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിൽ നവവൈദികനായ മെൽവിൻ ചൊവ്വല്ലൂരിനെ പൗരോഹിത്യ സ്വീകരണവും പ്രഥമ ദിവ്യബലി അർപ്പണവും നടന്നു. മറ്റം ഇടവക ദേവാലയത്തിൽ ബുധനാഴ്ച രാവിലെ 9 മണിക്ക് രാമനാഥപുരം മെത്രാപ്പൊലീത്ത മാർ പോൾ ആലപ്പാട്ടിന്റെ കാർമ്മികത്വത്തിലാണ് തിരുപ്പട്ട സ്വീകരണ ചടങ്ങുകൾ നടന്നത്. നവവൈദികന്റെ മാതാപിതാക്കളുടെ കൈവെപ്പ് ശുശ്രൂഷയെ തുടർന്നാണ് മറ്റം ചൊവ്വല്ലൂർ ചാക്കോച്ചൻ ഓമന ദമ്പതികളുടെ മകനായ മെൽവിൻ ചൊവ്വല്ലൂരിന്റെ തിരുപ്പട്ട സ്വീകരണ ചടങ്ങിന് തുടക്കമായത്. വാഗ്ദാന പ്രതിജ്ഞയ്ക്ക് ശേഷം മാർ പോൾ ആലപ്പാട്ട് മുഖ്യ കാർമ്മികനായി തിരുപ്പട്ട സ്വീകരണത്തിന്റെ തിരുകർമ്മങ്ങൾക്ക് തുടക്കമായി. ലൗകിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ പ്രതീകമായി നവവൈദികന്റെ മുടിമുറിക്കൽ നടന്നു. തുടർന്നുള്ള തിരുകർമ്മങ്ങൾക്കിടെ മുഖ്യ കാർമ്മികൻ കൈവെപ്പ് നടത്തിയതോടെ തിരുപ്പട്ട സ്വീകരണത്തിന്റെ പ്രധാന ചടങ്ങുകളിലേക്ക് പ്രവേശിച്ചു. ഇടവക വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ, സഹവികാരി ഫാദർ ഫ്രാങ്കോ ഫ്രോണിസ് ചെറുതാണിക്കൽ, ഇടവകാംഗങ്ങളായ വൈദികർ, രൂപതയിലെ മറ്റു വൈദികർ തുടങ്ങിയവർ തിരുപ്പട്ട ചടങ്ങിൽ സഹകാർമ്മികരായി. തിരുപ്പട്ട സ്വീകരണത്തെ തുടർന്ന് നവവൈദികനായ ഫാദർ മെൽവിൻ ചൊവ്വല്ലൂർ പ്രഥമ ദിവ്യബലിയും അർപ്പിച്ചു. മറ്റം ഇടവകപ്പള്ളിയിലെ സെന്റ് തോമസ് കുടുംബ കൂട്ടായ്മയിലെ ചൊവ്വല്ലൂർ ചാക്കോച്ചൻ ഓമന ദമ്പതികളുടെ മൂത്ത മകനാണ് ഡീക്കൻ മെൽവിൻ. മറ്റം സെന്റ് ഫ്രാൻസിസ് LP സ്കൂൾ, മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്നും വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷമാണ് ഡീക്കൻ മെൽവിൻ വൈദിക പഠനത്തിലേക്ക് തിരിഞ്ഞത്. വടക്കുകാട് സെന്റ് മേരീസ് മൈനർ സെമിനാരി, തൃശൂർ മേരിമാത മേജർ സെമിനാരി, കോട്ടയം വടവാത്തൂർ സെന്റ് തോമസ് അപ്പോസ്തലിക് സെമിനാരി എന്നിവിടങ്ങളിലായി വൈദിക പഠനം പൂർത്തിയാക്കിയ ശേഷമാണ് വൈദിക ജീവിതത്തിലേക്ക് ഫാദർ മെൽവിൻ ചൊവ്വല്ലൂർ പ്രവേശിക്കുന്നത്. ഡെൽവിൻ, ബ്രദർ ആൽവിൻ ചൊവ്വല്ലൂർ എന്നിവർ സഹോദരങ്ങളാണ്. CPIM തൃശൂർ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റി അംഗവുമായി തെരഞ്ഞെടുക്കപ്പെട്ട KV അബ്ദുൽ ഖാദറിന് സ്നേഹ അഭിവാദ്യം അർപ്പിക്കാൻ ചാവക്കാട് ബീച്ച് പാർക്കിൽ സുഹൃത്തുക്കൾ ഒത്തുചേർന്നു. KV അബ്ദുൽ ഖാദർ മുത്ത് കടപ്പുറത്തൊരു സ്നേഹസായാഹ്നം എന്നു പേരിട്ട പരിപാടിയിൽ KA മോഹൻദാസ് ആമുഖ പ്രഭാഷണം നടത്തി. സംവിധായകൻ PT കുഞ്ഞുമുഹമ്മദ്, NK അക്ബർ MLA, ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, നടനും എഴുത്തുകാരനുമായ VK ശ്രീരാമൻ, കാലടി സംസ്കൃത സർവകലാശാല മുൻ VC ഡോക്ടർ MV നാരായണൻ, അഡ്വക്കേറ്റ് RV അബ്ദുൾ മജീദ്, ഒരുമനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വിജിത, CPIM ചാവക്കാട് ഏരിയ സെക്രട്ടറി TT ശിവദാസ്, KK സേതുമാധവൻ, വേണു എടക്കഴിയൂർ എന്നിവർ സംസാരിച്ചു. KV രവീന്ദ്രൻ, TC കോയ, അൻവർ കോഹിനൂർ, അജിത് വടക്കുംപാട്ട് എന്നിവർ സ്നേഹസായാഹ്നത്തിന് നേതൃത്വം നൽകി. മലയാള സിനിമയിലെ നിർമ്മാണ കാര്യദർശികൾ കഥയും തിരക്കഥയും നിറഞ്ഞ ലോകത്താണ് പ്രവർത്തിക്കുന്നതെങ്കിലും അവർ കഥ എഴുതാൻ തുടങ്ങിയപ്പോൾ പലരും അത്ഭുതത്തോടെ നെറ്റിച്ചുളിച്ചു. മലയാള സിനിമയിലെ പ്രൊഡക്ഷൻ കൺട്രോളർമാരും എക്സിക്യൂട്ടീവുമായും മാനേജർമാരും രചിച്ച പുസ്തകത്തിന്റെ പ്രകാശനം വ്യാഴാഴ്ച നടക്കും. ക്യാമറയ്ക്ക് മുന്നിലുള്ളവരെയും പിന്നിലുള്ളവരെയും ഒരേ ചരടിൽ കോർത്തിണക്കുന്ന ജോലി ചെയ്യുന്നവർക്ക് ഇത് പറ്റുമോ എന്നായിരുന്നു സംശയം. എന്നാൽ മലയാള സിനിമയിലെ പ്രൊഡക്ഷൻ കൺട്രോളർമാരും എക്സിക്യൂട്ടീവുമാരും മാനേജർമാരുമായ 20 പേർ എഴുതിയ കഥകൾ ചേർത്ത് ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുമ്പോൾ അത് ഇന്ത്യൻ സിനിമയിലെ തന്നെ ഒരത്ഭുതമാവുകയാണ്. ലഹരിയിലും മറ്റു വിവാദങ്ങളിലും ഉലയുന്ന മലയാള സിനിമയിൽ നിന്നും എഴുത്തിൻ്റെയും വായനയുടെയും സുഗന്ധം പ്രസരിപ്പിക്കുന്ന കൂട്ടായ്മ കൂടിയാണ് ഇവരുടെ ഈ സംരംഭം. പ്രൊഡക്ഷൻ കൺട്രോളറായ ഷാജി പട്ടിക്കരയുടെ ആശയത്തിലാണ് കൂട്ടായ്മയുടെ തുടക്കം. തൊഴിലാളി സംഘടനയായ ഫെഫ്ക പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയനിലെ അംഗങ്ങൾ ചേർന്ന് കഥ എഴുതുകയെന്ന ആശയം ആദ്യം പലർക്കും അത്ഭുതമായി തോന്നി. ഷാജിക്കൊപ്പം പ്രൊഡക്ഷൻ കൺട്രോളർമാരായ NM ബാദുഷയും ഷിബുജി സുശീലനും
സിദ്ധ പനക്കലും ഷാഫി ചെമ്മാടും എൽദോ സെൽവരാജും അടക്കം 20 പേരാണ് കഥകൾ എഴുതിയത്. ഈ കഥകളെല്ലാം എഡിറ്റ് ചെയ്ത് പുസ്തകമാക്കുന്ന ജോലി ഷാജി ഏറ്റെടുത്തു. അച്ചടിയിലെത്തിയ പുസ്തകം ലോക തൊഴിലാളി ദിനമായ മെയ് 1 പ്രകാശനം ചെയ്യാനാണ് ശ്രമം. കാര്യസ്ഥൻ കഥകൾ എന്നാണ് പുസ്തകത്തിന് പേരിട്ടിരിക്കുന്നത്. ഇവർ തന്നെയാണ് പ്രസാധനവും നിർവഹിക്കുന്നത്. മലയാള സിനിമയിലെ താരങ്ങൾ ചേർന്ന് പുസ്തകം പ്രകാശനം ചെയ്യും. അണ്ടത്തോട് ബീച്ചിൽ അശാസ്ത്രീയമായി നിർമ്മിക്കുന്ന കടൽഭിത്തിക്കെതിരെ പ്രതിഷേധിച്ച് ലോറി തടഞ്ഞ പ്രദേശവാസികളെയും സമരസമിതി പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്തതിലും ജനങ്ങളുടെ ആശങ്കയകറ്റാമെന്ന് ഉറപ്പു നൽകി വഞ്ചിച്ച അധികാരികളുടെ നടപടിക്കെതിരെയും ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ പന്തംകൊളുത്തി പ്രകടനം നടത്തി. തുടർന്ന് നടന്ന യോഗത്തിൽ AM അലാവുദ്ദീൻ, AK മൊയ്തുണ്ണി, V അബ്ദുസമദ്, KH ആബിദ്, യഹിയ മന്ദലാങ്കുന്ന് തുടങ്ങിയവർ സംസാരിച്ചു. ഗ്ലോബൽ നായർ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഗുരുവായൂരിൽ വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികളുടെ 101ാമത് മഹാസമാധി ദിനം ആചരിച്ചു. ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തി ആചാര്യ CP നായർ ഉദ്ഘാടനം ചെയ്തു. GNSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് KT ശിവരാമൻ നായർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് IP രാമചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി മധു K നായർ, ഗജാൻജി K മോഹനകൃഷ്ണൻ, താലൂക്ക് യൂണിയൻ സെക്രട്ടറി ശ്രീകുമാർ P നായർ, ശ്രീധരൻ മാമ്പുഴ തുടങ്ങിയവർ സംസാരിച്ചു. കാവീട് സെന്റ് ജോസഫ് പള്ളിയിൽ ഔസേപിതാവിന്റെയും സെബസ്ത്യാനോസിന്റെയും മർത്ത മറിയത്തിന്റെയും സംയുക്ത തിരുനാൾ മെയ് 2 മുതൽ 5 വരെയുള്ള തീയതികളിലായി ആഘോഷിക്കുമെന്ന് തിരുനാൾ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കൊടികയറ്റം മുതൽ തിരുനാൾ ദിനം വരെ എല്ലാ ദിവസവും വൈകിട്ട് 6 മണിക്ക് നവനാൾ തിരുകർമ്മങ്ങൾ നടത്തും. 2-ന് ഗുരുവായൂർ SHO C പ്രേമാനന്ദകൃഷ്ണൻ ദീപാലങ്കാരം സ്വിച്ച് കർമ്മം നിർവഹിക്കും. 3-ന് രാവിലെ 6 മണിക്ക് ഫാദർ വർഗീസ് പാലത്തിങ്കലിന്റെ കാർമ്മികത്വത്തിൽ നടത്തുന്ന വിശുദ്ധ കുർബാനയെ തുടർന്ന് കൂട് തുറക്കൽ ശുശ്രൂഷയും 12 യൂണിറ്റുകളിലേക്ക് വള, ലില്ലിപ്പൂവ്, അമ്പ് എന്നിവ ആശീർവദിച്ച് നൽകും. തിരുനാൾ ദിനമായ 4-ന് ഫാദർ പോൾ മുട്ടത്തിന്റെ കാർമ്മികത്വത്തിൽ നടത്തുന്ന കുർബാന ഉണ്ടായിരിക്കും. ശേഷം ഫാദർ അജിത് കൊളന്നൂർ സന്ദേശം നൽകും. കൂട് തുറക്കൽ ശുശ്രൂഷയും അതിനോടനുബന്ധിച്ച് 12 യൂണിറ്റുകളിലേക്ക് വള, ലില്ലിപ്പൂവ്, അമ്പ് എന്നിവ ആശീർവദിച്ച് നൽകും. അന്ന് രാത്രി യൂണിറ്റുകളിൽ നിന്ന് എല്ലാ അമ്പ് വളകളും പള്ളികളിൽ എത്തിച്ചേരുകയും പിറ്റേ ദിവസം കാലത്ത് വിശുദ്ധ കുർബാനയും ആഘോഷമായ പാട്ടുകുർബാന 10:30-നും വൈകിട്ട് 4:45-ന് വിശുദ്ധ കുർബാനയുണ്ടാകും. തുടർന്ന് തിരുനാൾ പ്രദക്ഷിണം, വർണ്ണക്കാഴ്ച എന്നിവയുണ്ടാകും. തിരുനാൾ സമാപന ദിവസമായ 5-ന് രാവിലെ 6 മണിക്ക് പൂർവികർക്കായി ഓർമ്മബലിയും ശേഷം പറന്നുയരാനൊരു ചിറക് എന്ന നാടകവും നടക്കും. തിരുനാളിനായി സമാഹരിച്ച ഫണ്ടിൽ നിന്നും 10% ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മാറ്റിവെക്കും എന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ ഫ്രാൻസിസ് നീലങ്കാവിൽ, ജനറൽ കൺവീനർ CV ജെയ്സൺ, പള്ളി PRO MF ജോയ്, ട്രസ്റ്റിമാരായ CG റാഫേൽ, സണ്ണി ചിരൻ, നിതിൻ ചാർലി, പബ്ലിസിറ്റി കൺവീനർ ഷാജൻ ജോർജ് എന്നിവർ പങ്കെടുത്തു. കേരള അഡ്വക്കേറ്റ് ക്ലർക്സ് അസോസിയേഷൻ 26ാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ചാവക്കാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പതാക ദിനം ആചരിച്ചു. ചാവക്കാട് കോടതി കവാടത്തിന് മുന്നിൽ യൂണിറ്റ് പ്രസിഡന്റ് TR അജിത് കുമാർ പതാക ഉയർത്തി. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് K ബിനീഷ് അധ്യക്ഷത വഹിച്ചു. സ്റ്റേറ്റ് കൗൺസിൽ അംഗം P വിജീഷ്, ജില്ലാ കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി M ജലജാമണി, യൂണിറ്റ് സെക്രട്ടറി വിനോദ് കുമാർ അകമ്പടി, യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി PR ഷാജി എന്നിവർ സംസാരിച്ചു. മെയ് 9, 10 തീയതികളിൽ എറണാകുളം ടൗൺ ഹാളിൽ സംസ്ഥാന സമ്മേളനം നടക്കും. മങ്ങാട് ഫുട്ബോൾ അസോസിയേഷൻ MFAയുടെ നേതൃത്വത്തിൽ മങ്ങാട് മിനി സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച അഖില കേരള ഫ്ലഡ്ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റിൽ ഗോൾഡൻ ഇവന്റ് വടക്കാഞ്ചേരി ജേതാക്കളായി. 16ഓളം ടീമുകൾ ഏറ്റുമുട്ടിയ മത്സരത്തിൽ നോർത്ത് മെൻസ് വടക്കുമുറി 2ാം സ്ഥാനത്തിന് അർഹരായി. വിജയികൾക്ക് ക്യാഷ് അവാർഡുകളും ട്രോഫികളും സമ്മാനിച്ചു. MFA നടത്തുന്ന സൗജന്യ സമ്മർ ഫുട്ബോൾ ക്യാമ്പിലെ കുട്ടികൾക്ക് ഫുട്ബോൾ കിറ്റ് നൽകുന്നതിന്റെ ഉദ്ഘാടനം ISL ഈസ്റ്റ് ബംഗാൾ താരം NS ആനന്ദു നിർവഹിച്ചു. സംസ്ഥാന സ്കൂൾ കായികമേള ഭിന്നശേഷി വിഭാഗത്തിൽ 14 വയസ്സിനു താഴെയുള്ള കുട്ടികളുടെ സ്റ്റാർഡിംഗ് ബോൾ ത്രോയിൽ ഗോൾഡ് മെഡലിന് അർഹനായ മങ്ങാട് സ്വദേശി വിനോദ് N പ്രസാദിനെയും ഒഡീഷയിൽ നടന്ന നാഷണൽ ഷൂട്ടിംഗ് ബോൾ മത്സരത്തിൽ കേരള ടീമിനു വേണ്ടി മത്സരിച്ച അഖിലിനെയും ചടങ്ങിൽ ആദരിച്ചു. ക്ലബ്ബ് ഭാരവാഹികളായ VR അനീഷ്, MB വിജീഷ്, PS ഗിരീഷ്, VM ശ്യാംജിത്ത് എന്നിവർ നേതൃത്വം നൽകി. CPI വടക്കേക്കാട് ലോക്കൽ സമ്മേളനം സമാപിച്ചു. ലോക്കൽ സെക്രട്ടറിയായി സുധീഷ് അമരായലിനെ തെരഞ്ഞെടുത്തു. MC കുഞ്ഞുമോൻ നഗറിൽ CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം PK സുധീഷ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. VM മനോജ് സ്വാഗതം പറഞ്ഞ പ്രതിനിധി സമ്മേളനത്തിൽ T ഭാസ്കരൻ,
ജിയോ മാസ്റ്റർ, സുബിത സുധി എന്നിവർ പ്രസീഡിയം നിയന്ത്രിച്ചു. CPI ഗുരുവായൂർ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ബഷീർ, CPI ജില്ലാ കമ്മിറ്റി അംഗം CV ശ്രീനിവാസൻ, മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ KK ജ്യോതിരാജ്, ഗീതാ രാജൻ, ഹൈദരലി എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് ലോക്കൽ സെക്രട്ടറിയായി സുധീഷ് അമരായിലിനെയും അസിസ്റ്റന്റ് സെക്രട്ടറിയായി T ഭാസ്കറിനെയും തെരഞ്ഞെടുത്തു. കൊച്ചന്നൂർ സ്കൂൾ പരിസരത്ത് നിന്ന് തുടങ്ങിയ പ്രകടനത്തിന് VM മനോജ്, ബിജു കണ്ടമ്പുള്ളി, T ഭാസ്കരൻ, സുധീഷ് അമരായിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് നടന്ന പൊതുസമ്മേളനം CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം EM സതീശൻ ഉദ്ഘാടനം ചെയ്തു. സുധീഷ് അമരായിൽ സ്വാഗതം പറഞ്ഞു. T ഭാസ്കരൻ അധ്യക്ഷനായി. ബിജു കണ്ടമ്പുള്ളി നന്ദിയും പറഞ്ഞു. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ സംഘടിപ്പിക്കുന്ന വയോജന കലോത്സവത്തിന്റെ വിജയത്തിനായി സംഘാടക സമിതി രൂപീകരണ യോഗം ചേർന്നു. ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് ചേർന്ന യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് NS ധനൻ അധ്യക്ഷനായി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NA ബാലചന്ദ്രൻ, പഞ്ചായത്ത് അംഗങ്ങളായ PK അസീസ്, KK ജയന്തി, ICDS ഓഫീസർ സുനന്ദി, ഹെഡ് ക്ലർക്ക് പ്രേം, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ബിജു, ശരത്, വിവിധ വാർഡുകളിൽ നിന്നുള്ള വയോജന കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു. ചമ്മന്നൂർ മാഞ്ചിറക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ വേല മഹോത്സവത്തിന് കൊടിയിറങ്ങി. ഏപ്രിൽ 28 മുതൽ 30 വരെയുള്ള ദിവസങ്ങളിലായിരുന്നു ക്ഷേത്രത്തിൽ വേല മഹോത്സവം നടത്തിയത്. കൊടിയേറ്റ് മുതൽ ഉത്സവ ദിവസം വരെ രാവിലെ വിശേഷാൽ പൂജകൾ, പറവെപ്പ്, വൈകിട്ട് നിറമാല എന്നിവയും ഉണ്ടായി. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. അന്നദാനവും ഒരുക്കിയിരുന്നു. വേല ദിവസം പുലർച്ചെ 4:45-ന് 7 ദേശക്കാരുടെ താലം എഴുന്നള്ളിപ്പും 6:45-ന് വിശേഷാൽ പൂജകളും, ഉച്ചയ്ക്ക് 12 മണിക്ക് കുതിര എഴുന്നള്ളിപ്പ്, 3:30-ന് തിടമ്പെഴുന്നള്ളിപ്പ്, 4:30-ക്ക് വിവിധ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ആനപ്പൂരം, കാവടി, ചെണ്ടമേളം എന്നിവ ക്ഷേത്രത്തിലെത്തി. തുടർന്ന് കൂട്ടിയെഴുന്നള്ളിപ്പുമുണ്ടായി. 6:20-ന് വേലകയറ്റം, 9 മണിക്ക് തായമ്പക എന്നിവയും ഉണ്ടായി. 30-ന് പുലർച്ചെ 4 മണിക്ക് തിടമ്പെഴുന്നള്ളിപ്പിന് ശേഷം 11 മണിക്ക് ഗുരുതി തർപ്പണം. നട അടച്ചതോടുകൂടി വേല മഹോത്സവത്തിന് സമാപനമായി. ക്ഷേത്രം ശാന്തി ശശിധരൻ ഭട്ടതിരിപ്പാട് പൂജകൾക്ക് നേതൃത്വം നൽകി. ക്ഷേത്രം സെക്രട്ടറി സുരേഷ് ബാബു പാലക്കൽ, പ്രസിഡന്റ് ശിവദാസൻ പരുത്തിവളപ്പിൽ, ട്രഷറർ രാജൻ മാസ്റ്റർ, വൈസ് പ്രസിഡന്റ് പുഷ്പാകരൻ പാറക്കാട്ട്, സുനിൽ പാറക്കാട്ട്, വിജയൻ പരത്തിവളപ്പിൽ എന്നിവരടങ്ങുന്ന കമ്മിറ്റി ഭാരവാഹികളും മാതൃസമിതി അംഗങ്ങളും നേതൃത്വം നൽകി. ഗുരുവായൂർ ഹെൽത്ത് കെയർ ആൻഡ് സോഷ്യൽ വെൽഫെയർ അസോസിയേഷന്റെ ഉച്ചയ്ക്കൊരു പൊതിച്ചോറ് എന്ന പദ്ധതി 1111 ദിവസം പിന്നിട്ടതിന്റെ ആഘോഷം മെയ് 4-ന് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ ഗുരുവായൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആരോഗ്യ ജീവകാരുണ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഹെൽത്ത് കെയർ ആൻഡ് സോഷ്യൽ വെൽഫെയർ അസോസിയേഷൻ. ഉച്ചയ്ക്ക് ഒരു പൊതിച്ചോറ് 1111 ദിവസങ്ങൾ പിന്നിട്ടതിന്റെ ആഘോഷം മെയ് 4-ന് കൈരളി ജംഗ്ഷനിലെ പൊതിച്ചോർ വിതരണം ചെയ്യുന്ന അങ്കണത്തിൽ ഗുരുവായൂർ MLA NK അക്ബർ ഉദ്ഘാടനം ചെയ്യും. ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് മുഖ്യാതിഥിയാകും. ചടങ്ങിൽ പൊതിച്ചോർ വിതരണം ഏറ്റവും കൂടുതൽ സ്പോൺസർ ചെയ്ത ക്ലബ് അംഗം ജോസഫ് ബാബു, എല്ലാ ദിവസവും പങ്കാളിത്തം ഉറപ്പുവരുത്തുന്ന ക്ലബ് വൈസ് പ്രസിഡന്റ് PM ഷംസുദ്ദീൻ, വിതരണത്തിന്റെ നടപടിക്രമങ്ങൾ നിർവഹിക്കുന്ന ക്ലബ് എക്സിക്യൂട്ടീവ് അംഗം P സുനിൽകുമാർ എന്നിവരെ ആദരിക്കും. ഹെൽത്ത് കെയർ ക്ലബ് പ്രസിഡന്റ് R ജയകുമാർ, സെക്രട്ടറി MA ആസിഫ്, വൈസ് പ്രസിഡന്റ് PM ഷംസുദ്ദീൻ, ട്രഷറർ P മുരളീധരൻ, പദ്ധതി കൺവീനർ P സുനിൽകുമാർ, P ശ്യാംകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെ അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് ഇന്ത്യയുടെ പ്രസ് ആൻഡ് മീഡിയ വിഭാഗം ചുമതലക്കാരനായ K താരിഖ് അഹമ്മദ് അപലപിച്ചു. ഈ ആക്രമണം മനുഷ്യാവകാശങ്ങളുടെ ലംഘനമാകുന്നതോടൊപ്പം തന്നെ മതതത്വങ്ങൾക്കും ധാർമ്മിക മൂല്യങ്ങൾക്കും വിരുദ്ധവുമാണ്. എല്ലാത്തരം ഭീകരപ്രവർത്തനങ്ങൾക്കും തീവ്രവാദത്തിനുമെതിരെ എന്നും ശക്തമായ നിലപാടെടുക്കുന്ന ഒരു സമുദായമാണ് അഹമ്മദിയ മുസ്ലിം ജമാഅത്ത്. ഭീകരവാദത്തിന് ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ലെന്ന് അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് ദൃഢമായി വിശ്വസിക്കുന്നു. ഒരു നിരപരാധിയുടെ ജീവനെടുക്കുന്നത് മുഴുവൻ മനുഷ്യകുലത്തെയും വധിക്കുന്നതിന് തുല്യമായ തിന്മയാണെന്നാണ് ഖുർആൻ പ്രഖ്യാപിക്കുന്നതെന്നും K താരിഖ് അഹമ്മദ് വ്യക്തമാക്കി. അനീതിക്ക് ഇരയാക്കപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് അനുശോചനം അറിയിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ സന്തപ്ത കുടുംബങ്ങൾക്ക് ക്ഷമയും ആത്മധൈര്യവും ലഭിക്കുന്നതിനും പരിക്കേറ്റവർ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാത്തരം ഭീകര പ്രവർത്തനങ്ങൾക്കും തീവ്രവാദത്തിനുമെതിരെ എന്നും ശക്തമായ നിലപാടെടുക്കുന്ന ഒരു സമുദായമാണ് അഹമ്മദിയ മുസ്ലിം ജമാഅത്ത്.
ഞങ്ങൾ അഹമ്മദി മുസ്ലിങ്ങൾ സമാധാനം, സഹിഷ്ണുത, മാനവികത എന്നിവ ഉയർത്തിപ്പിടിക്കുകയും അവയുടെ സംരക്ഷണത്തിനായി സദാ ശബ്ദമുയർത്തുകയും ചെയ്യുന്നവരാണ്. ഭീകരവാദങ്ങൾക്ക് ഇസ്ലാമുമായി പുലബന്ധം പോലുമില്ലെന്ന് അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് അടിയുറച്ച് വിശ്വസിക്കുന്നു. കശ്മീർ പഹൽഗാം ഭീകരാക്രമണത്തിൽ നിരപരാധികളെ കൊന്നൊടുക്കിയ ക്രൂരതയ്ക്കെതിരെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ വിവിധ യൂണിറ്റുകളിൽ പ്രകടനം നടത്തി. വിശദാംശങ്ങളിലേക്ക്. ചാവക്കാട് മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ചാവക്കാട് വസന്തം കോർണറിൽ വെച്ച് മരണമടഞ്ഞവർക്ക് തിരിതെളിയിച്ച് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും രാജ്യത്തിന്റെ ഭീകരവിരുദ്ധ പോരാട്ടത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറും CMA ജനറൽ സെക്രട്ടറിയായ ജോജി തോമസ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് KN സുധീർ, ട്രഷറർ KK സേതുമാധവൻ, സെക്രട്ടറിമാരായ PM അബ്ദുൽ ജാഫർ, PS അക്ബർ, AS രാജൻ, സെക്രട്ടേറിയറ്റ് മെമ്പർ RS ഹമീദ്, യൂത്ത് വിംഗ് പ്രസിഡന്റ് ഷഹീർ, വനിതാ വിംഗ് പ്രസിഡന്റ് ഫാഡിയ ഷഹീർ, ഗുരുവായൂർ മണ്ഡലം ചെയർപേഴ്സൺ K രാജശ്രീ, വനിതാ വിംഗ് ട്രഷറർ റസിയ ഷാഹുൽ എന്നിവർ സംസാരിച്ചു. മർച്ചന്റ് അസോസിയേഷൻ പഴനിയുടെ നേതൃത്വത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റും KVVES കുന്നകുളം നിയോജക മണ്ഡലം കൺവീനർ ജസ്റ്റിൻ പോൾ ചെറുവത്തൂർ, യൂണിറ്റ് സെക്രട്ടറിയും KVVES ജില്ലാ കൗൺസിൽ മെമ്പറുമായ ഡെന്നി VK, യൂണിറ്റ് ട്രഷറർ മുഹമ്മദ് ജിഷാർ, യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറിയും ജില്ലാ കൗൺസിൽ മെമ്പറുമായ വിൽസൺ TV തുടങ്ങിയവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി വ്യാപാര വ്യവസായ ഏകോപന സമിതി മെഴുകുതിരി തെളിയിച്ച് പ്രണാമമർപ്പിച്ചു. പ്രസിഡന്റ് MV ബാബു മാസ്റ്റർ അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് MA ഉസ്മാൻ, സെക്രട്ടറി ഫസലു റഹീം, സുമേഷ് കാനിരക്കോട്, VS ശ്രീജൻ, റോബർട്ട് എടപ്പുള്ളി, നീതു വസന്ത തുടങ്ങിയവർ സംസാരിച്ചു. പുന്നയൂർക്കുളം മെർച്ചന്റ് അസോസിയേഷൻ ആൽത്തറ സെന്ററിൽ മെഴുകുതിരി കത്തിച്ച് പിടിച്ച് ഐക്യദാർഢ്യവും സംഭവത്തിൽ പ്രതിഷേധവും ആദരാഞ്ജലികളും അർപ്പിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് ലൂക്കോസ് തലക്കൂട്ടൂർ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് സെക്രട്ടറി IK സച്ചിദാനന്ദൻ അധ്യക്ഷത വഹിച്ചു. MV ജോസ് K, M പ്രകാശൻ, VK അബ്ദുൽ ഷുക്കൂർ, VG ബാലകൃഷ്ണൻ, ഷാലിമാർ മുഹമ്മദ് അലി എന്നിവർ പ്രസംഗിച്ചു. വയലത്തൂർ നായരങ്ങാടി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മെഴുകുതിരി കത്തിച്ചുകൊണ്ട് ആദരാഞ്ജലികൾ അർപ്പിച്ചു. നായരങ്ങാടിയിൽ യൂണിറ്റ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി റോയ്, ട്രഷറർ ഡെന്നി, മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സെലിം, കുര്യാക്കോസ്, ഷെമി, ജിതേഷ്, സിജോ മറ്റു വ്യാപാരികളും പങ്കെടുത്തു. മലയാള സിനിമയെ ലോകത്തോളം വളർത്തിയ പ്രതിഭയും പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന പ്രസിഡന്റുമായ ഷാജി N കരുണിന്റെ നിര്യാണത്തിൽ അനുശോചന യോഗം സംഘടിപ്പിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘം ചിറ്റാട്ടുകര യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടത്തിയ അനുശോചന യോഗം CPIM മണലൂർ ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. BR സന്തോഷ് അധ്യക്ഷത വഹിച്ചു. TK ചന്ദ്രൻ, CF രാജൻ, CT ജാൻസി മാസ്റ്റർ, ഡോക്ടർ വിനു വടേരി, KA പരീത്, സതി കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് ലഹരി വിരുദ്ധ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്തിന്റെയും തൃശൂർ ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെയും നേതൃത്വത്തിൽ നടത്തിയ ലഹരി വിരുദ്ധ കൂട്ടയോട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് NS ധനൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർമാർ, സിവിൽ എക്സൈസ് ഓഫീസർ ഗണേശൻ പിള്ള, ഹെൽത്ത് ഇൻസ്പെക്ടർ NF ജോസഫ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ബിഞ്ചു ജേക്കബ്, VL ബിജു, മറ്റം സെന്റ് ഫ്രാൻസിസ് റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ ആന്റോ മാസ്റ്റർ, ഹെഡ് ക്ലർക്ക് പ്രേംകുമാർ, വായനശാല പ്രതിനിധികൾ, അംഗൻവാടി ജീവനക്കാർ, ക്ലബ് അംഗങ്ങൾ, യുവജന സംഘടനാ പ്രവർത്തകർ, രാഷ്ട്രീയ പ്രവർത്തകർ, പഞ്ചായത്ത് ജീവനക്കാർ, കായിക താരങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിൽ നിന്നും ആരംഭിച്ച കൂട്ടയോട്ടം മറ്റം സെന്ററിൽ അവസാനിച്ചു. പുന്നയൂർ ഗ്രാമപഞ്ചായത്തിലെ 7ാം വാർഡിലെ 38ാം നമ്പർ അങ്കണവാടിയിലെ ഹെൽപ്പർ അവിയൂർ ശാന്ത സഹദേവന് യാത്രയയപ്പ് നൽകി. 21 വർഷത്തെ സേവനത്തിന് ശേഷമാണ് സർവീസിൽ നിന്നും വിരമിക്കുന്നത്. യാത്രയയപ്പ് യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ഷെരീഫ കബീർ അധ്യക്ഷത വഹിച്ചു. ഷൺമുഖൻ മാങ്ങാടി, RP ബഷീർ, ആശാവർക്കർ സരസ്വതി, കൃഷി ഓഫീസർ K ഗംഗാദത്തൻ, അജു, ജയപ്രകാശൻ കാമ്പുള്ളി തുടങ്ങിയവർ സംസാരിച്ചു. ശാന്ത സഹദേവൻ മറുപടി പ്രസംഗവും നടത്തി. വടക്കേക്കാട് പഞ്ചായത്തിൽ മോഡൽ CDS ഓഫീസ് ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് NMK നബീൽ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ജിൽസി ബാബു അധ്യക്ഷത വഹിച്ചു. CDS ചെയർപേഴ്സൺ പ്രബീന സത്യൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പർമാരായ SK ഖാലിദ് പനങ്ങാവിൽ, KV റഷീദ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ തെക്കുമുറി കുഞ്ഞഹമ്മദ്, പഞ്ചായത്ത് മെമ്പർമാരായ പ്രീതി ബാബു, സരിത ഷാജി, ജില്ലാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ പ്രസാദ്, അസിസ്റ്റന്റ് സെക്രട്ടറി ഷീബ സുരേഷ്, വൈസ് ചെയർപേഴ്സൺ തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്ത് ജീവനക്കാർ, CDS മെമ്പർമാർ, ബ്ലോക്ക് കോർഡിനേറ്റർമാർ, അയൽക്കൂട്ടാംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു.
ഇന്ത്യൻ ത്രിതല സേനകളിലേക്ക് പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്ന യുവതി-യുവാക്കൾക്ക് സൗജന്യ പരീക്ഷാ പരിശീലനം നൽകുന്ന റീച്ച് ഫോർ ദി സ്റ്റാർസ് മീറ്റ് ദി ബ്രേവ് സംഘടിപ്പിച്ചു. 1965 ഇന്ത്യ-പാകിസ്ഥാൻ യുദ്ധത്തിലെ ഇന്ത്യൻ വ്യോമസേന ഫൈറ്റർ പൈലറ്റ് വിംഗ് കമാൻഡർ ആയിരുന്ന ലോകനാഥനുമായി വിദ്യാർത്ഥികൾ മുഖാമുഖം നടത്തി. വിവിധ പരീക്ഷകളിൽ വിജയിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. റിച്ച് ഫോർ ദി സ്റ്റാർസ് ചീഫ് കോർഡിനേറ്റർ മേജർ കെ പി ജോസഫ് അധ്യക്ഷനായി. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്തലാൽ, എരുമപ്പെട്ടി ഫൊറോന വികാരി ഫാദർ ജോഷിയാളൂർ, പ്രസ് ക്ലബ് പ്രസിഡന്റ് റഷീദ് എരുമപ്പെട്ടി, ആക്ട് സെക്രട്ടറി കെ എ ഫരീദ് അലി എന്നിവർ പങ്കെടുത്തു. കോർഡിനേറ്റർമാരായ ലയ, ശീതൾ, പാർവതി, ആമിന മെഹർ, ആദർശ്, ഗായത്രി, അൽഫിൻ, അഡ്വക്കേറ്റ് ആയുഷ് എന്നിവർ നേതൃത്വം നൽകി. ചൊവ്വന്നൂർ NSS കരയോഗം പുതിയതായി നിർമ്മിക്കുന്ന കരയോഗ മന്ദിരത്തിന്റെ തറക്കല്ലിടൽ കർമ്മം നടന്നു. ചൊവ്വന്നൂർ കല്ലഴി വിഷ്ണു ഭഗവതി ക്ഷേത്രത്തിന്റെ സമീപത്താണ് പുതിയ ആസ്ഥാന മന്ദിരം നിർമ്മിക്കുന്നത്. കല്ലഴി വിഷ്ണു ഭഗവതി ക്ഷേത്ര മേൽശാന്തി രാജീവ് നമ്പൂതിരി തറക്കല്ലിടൽ കർമ്മത്തിന്റെ മുന്നോടിയായുള്ള പൂജാതി കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. ചൊവ്വന്നൂർ കരയോഗം പ്രസിഡന്റ് പി ബാലഗോപാലൻ തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചു. കാണിപ്പയ്യൂർ പരമേശ്വരൻ നമ്പൂതിരിപ്പാട് വിശിഷ്ടാതിഥിയായി. കരയോഗം സെക്രട്ടറി പി ശിവശങ്കരൻ നായർ, ട്രഷറർ സി നന്ദനൻ, കരയോഗം ഭാരവാഹികൾ, അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. പന്നിത്തടം ചിറമനേങ്ങാട് കോൺകോഡ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മൊബൈൽ ലൈബ്രറി പദ്ധതി ആരംഭിച്ചു. അവധിക്കാലത്ത് കുട്ടികളുടെ വായനയെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത്. സ്കൂൾ മാനേജ്മെന്റും ലൈബ്രറി കമ്മ്യൂണിക്കേറ്റീവ് ടീമും സംയുക്തമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കുട്ടികളുടെ അഭിരുചിക്കനുസരിച്ചുള്ള പുസ്തകങ്ങളാണ് വിതരണം ചെയ്യുന്നത്. കോൺകോഡ് ട്രസ്റ്റ് സെക്രട്ടറി ഉമ്മർ കടങ്ങോട്, മാനേജർ RM ബഷീർ, അക്കാദമിക് ഡയറക്ടർ സെയ്ദ് ഹാരിസ്, സ്കൂൾ പ്രിൻസിപ്പാൾ PM ഹംസ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രിൻസിപ്പാൾ രാജി പ്രകാശ്, അധ്യാപകർ എന്നിവർ നേതൃത്വം നൽകി. ലഹരിക്കെതിരെ മെയ് 4 നടക്കുന്ന മനുഷ്യച്ചങ്ങലയുടെ പ്രചരണാർത്ഥം CPIM മഹിളാ അസോസിയേഷൻ കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി ലഹരി വിരുദ്ധ വിളംബര ജാഥ സംഘടിപ്പിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. CPIM നേതാക്കളായ MN മുരളീധരൻ, പത്മ വേണുഗോപാൽ, AP ബിന്ദു, ബിന്ദു ധർമ്മൻ, ശ്രീജ വേലായുധൻ, ശോഭന UP എന്നിവർ നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 8,980 രൂപ, പവന് 71,840 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 150 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശക്തന്റെ തട്ടകത്തിൽ ഇനി പൂരാവേശം. തൃശൂർ പൂരത്തിന് കൊടിയേറി. പ്രധാന സാരഥികളായ തിരുവമ്പാടി, പാറമേക്കാവ് ക്ഷേത്രങ്ങളിലും 8 ഘടക ക്ഷേത്രങ്ങളിലും കൊടിയേറ്റം നടന്നു. പൂരങ്ങളുടെ പൂരം മെയ് 6 ചൊവ്വാഴ്ച. പ്രമുഖ ക്രിമിനൽ അഭിഭാഷകൻ അഡ്വക്കേറ്റ് BA ആളൂർ അന്തരിച്ചു. 54 വയസ്സായിരുന്നു. വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് മരണം. കോളിളക്കം സൃഷ്ടിച്ച നിരവധി കേസുകളിൽ പ്രതിഭാഗം വക്കീലായിരുന്നു BA ആളൂർ. എയ്യാൽ ശ്രീ കാർത്തിയനി ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ കാർത്തിക ആറാട്ട് മഹോത്സവത്തിനിടെ സംഘർഷം. പോലീസ് ലാത്തിവീശി. പൂരം ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിലെ സമയത്തെ ചൊല്ലിയായിരുന്നു തർക്കം. ജോലിക്കിടെ തൊഴിലുറപ്പ് തൊഴിലാളി കുഴഞ്ഞു വീണു മരിച്ചു. മറ്റം ആളൂർ വട്ടംപറമ്പിൽ 57 വയസ്സുള്ള ഗീതയാണ് മരിച്ചത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.